രാവിലെ തന്നെ വൈജ മാറ്റിയൊരുങ്ങി റൂമിൽ നിന്നും പുറത്തോട്ടിറങ്ങുന്ന രംഗമാണ് കാണുന്നത്. അത് കണ്ടയുടനെ കമല ചോദിച്ചു, എങ്ങോട്ടാ നീ മാറ്റിയൊരുങ്ങി പോകുന്നത്? കമലയോട് വൈജ പറഞ്ഞു, കമലയിടത്തേക്കല്ലേ ഏതായാലും സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ്. ഞാൻ ഇവിടുത്തെ താമസം അവസാനിച്ചു പോവുകയാണ് എൻ്റെ വീട്ടിലോട്ട്, കടപ്പാട്ടൂരിലോട്ടോ. അതെന്താ, നീയും ബാലചന്ദ്രനും തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീർന്നോ? അലീനയെ നീ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വൈജയന്തി പറഞ്ഞു, അത് ഈ ജന്മം ഉണ്ടാക്കില്ല. അലീന ഇന്ന് പോവുകയാണെന്ന് ബബിതമോൾ എനിക്ക് ഫോൺ ചെയ്തു പറഞ്ഞിരുന്നു. അവൾ അവിടുന്ന് പടിയിറങ്ങുന്ന രംഗം എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണണം, എന്നാലേ എൻ്റെ കലി അടങ്ങുകയുള്ളൂ. അവളോട് എനിക്കുള്ള ദേഷ്യവും വൈരാഗ്യവും ഈ ജന്മം തീരില്ല. അത് കമലയിടത്തേക്കും അറിയുന്നതല്ലേ. എന്തായാലും ഞാനിവിടുന്ന് പോവുകയാണ്. കമലയിടത്തി ഒന്ന് മനുവിനെ സൂക്ഷിച്ചോ. അലീന കടപ്പാട്ടൂരിന്നേ പോകുന്നുള്ളൂ, മനുവിൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. ഇനി അവൾ എറണാകുളത്തോട്ട് മറ്റോ എന്തോ ആണ് താമസം മാറുന്നതെന്ന് പറഞ്ഞു കേട്ടു. അവർക്ക് അവിടുന്ന് കാണാനും മിണ്ടാനും ഒക്കെ സൗകര്യമായല്ലോ. അത് കേട്ടതും കമല ആലോചിച്ച് നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. പിന്നീട് അടുത്തതായി കാണുന്നത് കമല മനുവിൻ്റെ റൂമിലോട്ട് പോകുന്നതാണ്. മനുവിനോട് ചോദിക്കുന്നു, അലീന പോകുന്ന വിവരം നീ അറിഞ്ഞോ? വൈജ ഇന്ന് അവളുടെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. എന്തായാലും ആ ശല്യം ഒഴിഞ്ഞു കിട്ടിയിരിക്കുന്നു. മോനെ മനു, നീ അലീനയെ വല്ലാതങ്ങ് മനസ്സിലിട്ട് താലോലിക്കേണ്ട. നിന്റെ ആ മോഹം നടക്കില്ല. ഞാൻ നിന്റെ അമ്മയാണെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും മനു പറഞ്ഞു, ഞാൻ അമ്മയുടെ മോനാണെങ്കിൽ അത് നടന്നിരിക്കും. അലീന തന്നെ എൻ്റെ ഭാര്യയായി ഈ വീട്ടിലോട്ട് വലതുകാല് വെച്ച് കയറും. അമ്മയ്ക്ക് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. അത് ഞാൻ ഭംഗിയായി ചെയ്തോണ്ട് എന്ന് മനു ഒരു പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പുച്ഛഭാവത്തോടെ കൂടി അതങ്ങ് പറഞ്ഞു. അത് കേട്ടതും കമല പല്ലൊക്കെ ഇറമ്പി മനുവിൻ്റെ മുഖത്തോട്ട് ഒരു നോട്ടം നോക്കിയിട്ടുണ്ട്. അത് കണ്ടതും മനു ചോദിച്ചു, അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ അങ്ങ് പോയിക്കോട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എനിക്ക് പുറത്തൊക്കെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. അങ്ങ് കടപ്പാട്ടൂരിലോട്ടായിരിക്കും അല്ലേ? ഇന്ന് അവൾ അവിടെ നിന്ന് പടിയിറങ്ങുന്ന ദിവസമല്ലേ? അവളെ യാത്ര അയക്കാനാവും എൻ്റെ മോൻ്റെ ഈ പോക്ക് എന്ന് ചോദിച്ചു. അത് കേട്ടതും മനു ഒന്നും മിണ്ടാതെ നിന്നു. പിന്നീട് കാണിക്കുന്നത് വൈജ കടപ്പാട്ടൂരിലോട്ട് എത്തുന്നതാണ്. വൈജയെ ഡോറ് തുറന്ന് സ്വീകരിക്കുന്നത് വൈജയുടെ 2 മക്കളാണ്, കൃഷ്ണമോളും രോഹിത്തും. അവർ അമ്മ വന്നോ എന്ന് ചോദിച്ചു. അത് കേട്ടതും കൃഷ്ണമോള് പറഞ്ഞു, അമ്മയ്ക്ക് വരാതിരിക്കാൻ കഴിയില്ലല്ലോ. അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള വാർത്തയല്ല കേൾക്കുന്നത് ഇപ്പോൾ. അലീന ചേച്ചി ഇവിടുന്ന് പോവുകയല്ലേ, ഇനി അമ്മയുടെ ഭരണം തുടങ്ങാലോ അല്ലേ അമ്മേ എന്ന് ചോദിച്ചു. അത് കേട്ടതും വൈജയന്തി പറഞ്ഞു, കൃഷ്ണെ നീ വന്നു കയറിയതും എൻ്റെ നേരക്ക് വെറുതെ വരണ്ട എന്ന് പറഞ്ഞു. പിന്നീട് വൈജയന്തി ആദ്യം പോയത് അലീനയുടെ അടുത്തിട്ടാണ്. നീ ഇന്ന് വാക്കു പാലിക്കുകയാണല്ലോ അല്ലേ? കുറേയായി നീ ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുന്നു. ഇന്നേതായാലും നിന്റെ ശല്യം തീർന്നു കിട്ടുമല്ലോ അല്ലേ? ഇനി നിന്നെ കാണാതിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. അത് കേട്ടതും അലീന സങ്കടവും ചെറുപ്പും പുഞ്ചിരിയും നിറഞ്ഞ മുഖത്തോടു കൂടി വൈജയുടെ മുഖത്തോട്ട് നോക്കി. നിങ്ങൾ ഈ പറഞ്ഞത് തിരിച്ചെടുക്കും. മാഡം എന്നെ കാണാനായി വരും. അന്ന് മാഡം എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കരുത്. മാഡം ഞാനിപ്പോൾ പോവാനാണ് ഒരുപാട് ആഗ്രഹിക്കുന്നത്. എന്നെ ഒരു നോക്കി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം മാഡത്തിന് വരുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം പിന്നെ കാണുന്നത് നമ്മുടെ ബാലചന്ദ്രനെയും വൈജയെയുമാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. വൈജ ബാലചന്ദ്രനോട് ചോദിച്ചു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നല്ല ബുദ്ധി ഉദിച്ചല്ലോ. നിങ്ങളുടെ ആരുമല്ല അവൾ, പിന്നെ അവളെ നിങ്ങൾ എന്തിനിങ്ങനെ സംരക്ഷിച്ചു? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, 3 മക്കളുടെ അമ്മയാണ്. എന്നിട്ട് എൻ്റെ വാക്കിനെ നിങ്ങൾ ഒരു വിലയും കൽപ്പിച്ചില്ല. ഏത് ഭാര്യയ്ക്കാണ് ഇതൊക്കെ സഹിക്കുക എന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ ബാലേന്ദ്രൻ വൈജയന്തിയുടെ മുഖത്തോട്ടൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഏത് ഭാര്യയ്ക്കാണ് ഇതെല്ലാം സഹിക്കുക എന്ന് പറഞ്ഞു. നീ ചെയ്ത പ്രവൃത്തികളെല്ലാം ഒരു ഭർത്താവിനെ സഹിക്കാൻ കഴിയുന്ന ഒന്നാണോ? നീ എന്നെക്കൊണ്ട് കൂടുതലായും ഒന്നും പറയിപ്പിക്കരുത് വൈജയ്. നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്തുന്നതാണ് നല്ലത്. അലീന മോൾ ഇവിടുന്ന് പോയാൽ അറിയാം ബാക്കി എല്ലാം എന്ന് പറഞ്ഞു. പിന്നെ കാണിക്കുന്നത് അലീന പോയതിന് ശേഷമുള്ള രംഗമാണ്. അലീന പോയതോടെ ബാലേന്ദ്രന് ആകെ ഒരു ഉത്സാഹക്കുറവായിരുന്നു. അത് കണ്ടപ്പോൾ വൈജയന്തി ചോദിച്ചു, അവൾ പോയതാകും ഈ ഉത്സാഹക്കുറവിനൊക്കെ കാരണം. അവളാരാ? നിങ്ങളുടെ
എന്തായാലും അവൾ ഇവിടുന്ന് പോയി കിട്ടിയല്ലോ, നാശം എന്ന് പറഞ്ഞു. അത് കേട്ടതും നമ്മുടെ വൈജയന്തിയുടെ നേർക്ക് തിരിഞ്ഞ് ബാലേന്ദ്രൻ പറഞ്ഞു, ഇനി നീ അവളെ പറ്റി അങ്ങനെ വല്ലതും പറഞ്ഞാൽ വൈജയ്, നീ എൻ്റെ കൈയിൻ്റെ ചൂടറിഞ്ഞിരിക്കും. അവൾ ആരാണെന്ന് നിനക്കറിയോ? അവളാര്? എവിടെ ഏതോ ഒരു സ്ത്രീ പിഴച്ചു പറ്റ ഒരു കുഞ്ഞ് എന്ന് അവൾ പറഞ്ഞു. ആ സ്ത്രീ ആരാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് എങ്ങനെ അറിയാനാ? വല്ലയിടത്തും കൊടുക്കുന്ന ആ സ്ത്രീയെ പറ്റിയൊക്കെ എനിക്കൊന്നും അവരെ പറ്റി അറിയുകയും വേണ്ട എന്ന് പറഞ്ഞു. അലീന പോയതിനു ശേഷവും വൈജയന്തിക്ക് ഒരു സമാധാനവും കിട്ടില്ല. തൻ്റെ ഭർത്താവായാലും മക്കളായാലും തൻ്റെ ആങ്ങളമാരായാലും എന്തിന് തൻ്റെ സ്വന്തം അമ്മ പോലും അവൾ പോയതിൽ ഒരുപാട് ദുഃഖിക്കുന്നു. എന്തിന് ഇവരെല്ലാം ഇങ്ങനെ ദുഃഖിക്കുന്നു എന്ന് വൈജയന്തി തിരക്കി. അവൾ ആരാ ഈ വീട്ടിലെ ഒരു അംഗം പോലും അല്ല. പിന്നീട് എന്തിന് അവരെല്ലാവരും ഇങ്ങനെ അവളെക്കുറിച്ച് ആലോചിച്ച് ആദി കൊള്ളുന്നു എന്ന് വൈജയന്തി വല്ലാതങ്ങ് ചിന്തിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ബാലചന്ദ്രൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അങ്ങോട്ട് കടന്നു വന്ന വൈജയന്തി പറഞ്ഞു, ഇപ്പോൾ ഫുഡിനൊന്നും പഴയ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകില്ല അല്ലേ? എന്തായാലും ഞാൻ ഇപ്പോഴാണ് വയറും മനസ്സും നിറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത്, അവൾ ഇവിടുന്ന് പോയതിനു ശേഷം എന്ന് പറഞ്ഞു. ചെറുപുഞ്ചിരിയോടെ ബാലേന്ദ്രൻ വൈജയന്തിയുടെ മുഖത്തോട്ടൊന്ന് നോക്കി. അതിനിടയിലും ബാലേന്ദ്രൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാലേന്ദ്രൻ ഭക്ഷണം കഴിച്ചു എണീറ്റു കൈ കഴുകാൻ പോകുന്നതിന് തൊട്ട് മുമ്പായി വൈജയന്തിയോട് പറഞ്ഞു, നിന്റെ ആഗ്രാ കഥകളും 23 വർഷത്തിന് മുമ്പുള്ള കഥകളും നീ ഓർക്കുന്നുണ്ടോ വൈജയ് എന്ന് ചോദിച്ചു. അത് കേട്ടതും വൈജ ആകെ കോരിത്തരിച്ചു ഞെട്ടിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. അതെല്ലാം ഇപ്പോൾ എന്തിന് ബാലേന്ദ്രൻ എന്നെ ഓർമ്മപ്പെടുത്തുന്നു? എനിക്ക് അതെല്ലാം അറിയാമെന്ന് ഇല്ലാത്ത ധൈര്യം മുഖത്ത് വരുത്തിക്കൊണ്ട് നമ്മുടെ വൈജയന്തി ബാലേന്ദ്രനോട് പറഞ്ഞു. അതെല്ലാം നീ അറിഞ്ഞാൽ നന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കൈ കഴുകാനായി പോയി. കൈ കഴുകുന്നതിൻ്റെ ഇടയിലും ബാലചന്ദ്രൻ നമ്മുടെ വൈജയന്തിയെ നോക്കുന്നുണ്ടായിരുന്നു. ആ രംഗമായിരുന്നു ഈ എപ്പിസോഡിലെ അവസാന രംഗം. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാനും മറക്കരുതേ.